ഹായ് ഫ്രണ്ട്സ്, കുക്ക് വിത്ത് സജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ അറിയിപ്പുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അവസാനം അല്പം വിനാഗിരി കൂടി ചേർത്ത് ഞാൻ കഴുകി എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ല ക്ലീനായി കിട്ടും. ഇതിനെ നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 25 എണ്ണം അടർത്തിയെടുത്തത് ചേർക്കുന്നുണ്ട്. അത് അല്പം കൂടിയാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. ഇനി 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് ഒരു മുറി നാരങ്ങയുടെ നീരും ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് വെള്ളം ആവശ്യമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഇവിടെ അരച്ചെടുത്തു. പക്ഷേ ഇത് അരഞ്ഞിട്ടില്ല, വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡ്രെയിൻ ചെയ്ത് വെച്ച ഇറച്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഈ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഞവടി ചേർക്കണം. എന്നിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമേ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കാവൂ. എന്നാലേ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് റെഡിയായി ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷമാണ് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ ഹൈ ഫ്ലെയിം ആയിരിക്കണം. ഇതിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം ഉപയോഗിക്കാം. ഞാനിവിടെ സാധാരണ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത്. മറ്റ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളെക്കാൾ എനിക്കിഷ്ടം ഇതാണ്. അതുപോലെ രുചി കൂടുതലും ഈ ഒരു പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിതാണ്ട് ഇവിടെ നിന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞു, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് അല്പം കുറച്ച് വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് നമുക്കിതിന് വേണ്ട ചില്ലി ഫ്ലേക്സ് തയ്യാറാക്കി എടുക്കാം. അതിനൊരു 10-15 മുളക് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം കുറച്ചിട്ട് ഇതിനൊന്ന് അടച്ചിട്ട് വേവിക്കുകയാണ്. ഫ്ലെയിം ഏറ്റവും കുറച്ചിടുക. എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് കൊടുത്ത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവുകയും അതുപോലെ പുറം ഭാഗം കരിയാതെ കിട്ടുകയും ചെയ്യും. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഒരു രുചി ഉണ്ടാവുകയില്ല. കാരണം പുറം ഭാഗമൊക്കെ വേഗം കരിഞ്ഞു പോകും. അതുപോലെ ഉൾഭാഗം നന്നായിട്ട് വേവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 3 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില അല്പം കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, നല്ലതാണ് കറിവേപ്പില ഇടുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് അതിൻ്റെ നിറമൊക്കെ മാറിപ്പോകും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് റെഡിയായി കിട്ടും. ഈ ചില്ലി ഫ്ലേക്സിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയി ഇതിൻ്റെ നിറം മാറി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും. കണ്ടോ, ഇതാണ് ഒരു പരുവം. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇത് കോരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ചില്ലി ഫ്ലേക്സിൻ്റെ പൊടിയൊക്കെ എണ്ണയിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ കോരിയെടുക്കണം. കാരണം നമ്മളിതിൻ്റെ ബാക്കി ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് ഈ പൊടി അതിനകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അതും കൂടെ ചേർന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.